9 മണിക്കട ഫ്ലൈറ്റ്. വീടിന്റെ പണിയാണെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. പോവാനൊരു മനസ്സമാധാനമില്ല. ഇവളുടെ വിഷമം നീ കാണുന്നില്ലടാ ഫാറൂഖെ. 2 മാസം കഴിഞ്ഞാൽ ഞാൻ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകില്ലേ? എന്റെ വിഷമം അവിടെ നിക്കട്ടെ. എന്റെ വിഷമം എന്താ? നീ 24 മണിക്കൂർ ആ സഫ്നയുടെ പിന്നാലെ നടക്കാന്ന് ഞാൻ അറിഞ്ഞു. ഓളെ വെള്ളത്തിലാക്കല്ലേ? എന്താടാ അനസേത്? എന്താ എന്റെ ഉദ്ദേശം? ഈ സീരിയസ് ആയിട്ടാണോ? എന്നാ പെണ്ണാലോചിക്കടാ. അങ്ങട്ട് ചെല്ലേണ്ട താമസേ ഉള്ളൂ. എന്തേ? ആ ബർലി സാഹിബിനെ നിനക്ക് ശരിക്കും അറിയില്ല. അങ്ങനൊന്നുമില്ലാന്ന്. നീ നിന്റെ തെണ്ടി തിരിഞ്ഞ് നടത്താൻ ആദ്യം ഒന്ന് അവസാനിപ്പിക്ക്. ഈ ഒരു MBA കാരനല്ലേ? ഈ വിചാരിച്ച നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ്റൂലേ? എന്നിട്ട് ധൈര്യമായിട്ട് പോയി പെണ്ണി ചോദിക്കടാ. അല്ലാണ്ട് ഓളെ കെട്ടിക്കൊണ്ടൊന്ന് ഈ എന്ത് ചെയ്യാനാ? പോത്തിന്റെ ചെവിയില് വേദോതിട്ട് എന്താ കാര്യം? എടാ, എന്റെ വാപ്പ വിചാരിച്ച എനക്കൊരു ജോലി ശരിയാക്കാൻ പറ്റൂലേ? അല്ലെങ്കിൽ എന്റെ വയോടത്തെ എനിക്കയക്ക്, നമുക്ക് നോക്കടാ. ഇത് വല്ലതും തലേ കയറണണ്ടാ? എവിടെ? ഇവിടുന്ന് വിടുന്ന കാര്യമല്ലാതെ വേറെന്തേലും ഉണ്ടെ പറ എന്റെ ഫാറൂഖെ. സഫ്ന, സഫ്ന, ഞാനൊരു കാര്യം ചോദിച്ചാ ഈ സത്യം പറയോ? ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഈ എന്തിനാ കരഞ്ഞും കൊണ്ട് ഓടിപ്പോയത്? എനിക്കറിയില്ല. പറയൂ. എനിക്കിപ്പോ കരച്ചില വന്നു, ഞാൻ കരഞ്ഞു. എന്നെ ഇഷ്ടമല്ലഞ്ഞിട്ടാ? അല്ല, ഒരുപാട് ഇഷ്ടമുണ്ടായിട്ട്. സത്യം? സത്യം. ഒരു 10 മണിയായിട്ടുണ്ടാവും. കൃത്യമായിട്ട് അവള് വന്നു. നീല ചുരിദാർ ഇട്ടാണോ? ഓന്റെ ഒരു ബെണ്ടല്. അവളൊന്നും വരൂലെന്നേ. ഞാൻ പറഞ്ഞത് സത്യം. ഒരു സത്യം. ബെർലി സാഹിബിന്റെ മോളെ ഓളുടെ അടുത്ത് മുണ്ടാൻ പോലും എന്നെ കൊണ്ട് പറ്റൂല. ഒന്ന് പേടെ നീർക്കോലി. ഞാൻ തെളിയിക്കാം. ശരി. എന്റെ ബൈക്കില് നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ അവളെ കൊണ്ടുവരാം. ബെറ്റ്? സഫ്ന, 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 എന്താ കാര്യം വെച്ചാ പറ, എനിക്ക് പോണോ. ഞാനൊരു കാര്യം ചോദിച്ചാ അതുപോലെ ചെയ്യോ? എന്താന്ന് പറ. ചെയ്യോ? ആദ്യം കാര്യം പറ, എന്നിട്ട് നോക്കാം. എന്റെ കൂടെ ഒന്ന് ബൈക്കിൽ വരുമോ? ഒരൊറ്റ പ്രാവശ്യം. സഫ്ന. ഭാരതമ്മേ, കുമാരേട്ടൻ രക്തസാക്ഷി ദിനം വരികയാണ്. നമുക്കതങ്ങ് ഭംഗിയാക്കണ്ടേ? ഞങ്ങള് വന്നതേ കുമാരേട്ടന്റെ ഒരു ഫോട്ടോ വേണ്ടിയിരുന്നു. എന്തിനാ? അത് പോസ്റ്റർ അടിപ്പിക്കണം, നാട് മുഴുവൻ ഒട്ടിക്കണ്ടേ? അച്ഛന്റെ മരണം ആഘോഷിക്കാൻ വന്നതാണല്ലേ? നഷ്ടങ്ങൾ മുഴുവൻ ഞങ്ങക്ക്. മേലിൽ അച്ഛന്റെ പേര് പറഞ്ഞ് പടി ചവിട്ടി പോരുത്. നീ ആ ഇമാമിനെ കണ്ടല്ലേ കളിക്കുന്നത്? ഇവിടെ ഞാൻ ഖുറാൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അയാളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇമാമിനെ പറ്റി അനാവശ്യം പറയരുത്. ഖുറാൻ ക്ലാസ്സിന് പോയത് അതെന്റെ സ്വന്തം ഇഷ്ടം. നിങ്ങൾ ആരാത് ചോദിക്കാൻ? ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട, കാണിച്ചു തരാം. അടാ, നേതാവിനോട് ഇത് വേണ്ടിയിരുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ പിണക്കം, അത് പിണക്കമായിരുന്നു. എടി, ജസ്നക്ക് എന്തു പറ്റി? 2 ദിവസമായാലും അവള് ക്ലാസ്സിൽ വന്നിട്ട്. എന്താന്നറിയില്ല, 2 ദിവസമായി എന്നെ വിളിച്ചിട്ട്. എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഞാൻ വന്നില്ലേ? വാ, പോവാം.
കണ്ടില്ലേ ഈ പോലീസുകൾ ഇങ്ങനെയുള്ളതുങ്ങൾ എനിക്ക് എന്റെ കണ്ണി കണ്ടുകൂടാ. എന്റെ മോൻ അങ്ങനെയല്ല. ക്ലാസ് കഴിഞ്ഞ നേരെ പൊരലെത്തും. പിന്നെ ഓന് വേണ്ടാത്തൊരു കമ്പനിയും ഇല്ല. കണ്ടില്ലേ ഒരുത്തൻ പെണ്ണിനെയും കൂട്ടി വന്നിരിക്കണത്. ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരിക്കും. എന്താ ഈ മാറുകള്. ചെയ്യാ? അല്ലോ, എന്ത് ധൈര്യത്തിലിരിക്കണത്? എനിക്കിത് കാണുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കണ്. എവിടെ ചെന്നാലും ഉണ്ടാവും ഇങ്ങനത്തെ കുറെ അലവലാദികള്. അതിന് ചേരുന്ന കുറെ പെൺകുട്ടിയോളും. വാ മതെ, നമുക്ക് പോ. ശരിക്കും ചാട്ടവാറിനടിക്കണത് ഇവറ്റങ്ങളുടെയൊക്കെ രക്ഷിതാക്കളെ ഈ ബലീസുകൾ. എനിക്ക് പോണോ? സഫ്ന, സഫ്ന, ഇങ്ങനെയൊക്കെ ആവും നമ്മൾ വിചാരിച്ചല്ലോ സഫ്ന. സഫ്ന, ഞാൻ വന്നത് ഫത്താഹ് എനിക്ക് വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തയച്ചിരുന്നു എന്നറിഞ്ഞു. അത് വാങ്ങാനാണ്. അത് 2 ദിവസം മുമ്പ് അനസ് കൊടുന്നു തന്നില്ലേ? ഇല്ല. ഓനെവിടെ? ഓനിപ്പോ ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോണ്ട്. വരാൻ വൈകും. പുസ്തകങ്ങൾ ഓന്റെ മുറി തന്നെ ഉണ്ടാവും. ഇങ്ങള് പോയി എടുത്തോളി. ശരി. മേലെ തന്നെയല്ലേ? ഉം.